ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വിശേഷം. ഇന്ന് എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് നല്ല ചെമ്മീൻ, പച്ച ചെമ്മീനും ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കായ തേങ്ങ അരച്ച കറി വെച്ചു. പിന്നെ കരിമീൻ കിട്ടിയിരുന്നു, അത് വറുത്തു. പിന്നെ അതേപോലെ തന്നെ കോവക്ക തോരൻ വെച്ചിരുന്നു. അതാണ് ഇന്നത്തെ ഭക്ഷണം. പക്ഷേ ഇതൊരു പ്രശ്നം ഉണ്ടായി. ലാസ്റ്റ് എത്തുമ്പോഴേ ഇവിടെ കറണ്ട് പോയിരുന്നു, അപ്പോൾ മുഴുമിക്കാൻ പറ്റിയില്ല വീഡിയോ. എന്നാലും എല്ലാ ഭാഗങ്ങളും ഫുള്ളുണ്ട്. താളിക്കുന്നത് മാത്രമാണ്, ഒഴിക്കുന്നത് മാത്രമേ നമുക്ക് കാണാതിരുന്നു. ആദ്യം ചട്ടി അടുപ്പിൽ വെക്കണം, എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചൊരു ചട്ടി വെക്കണം. ചെമ്മീൻ അറിയണം, നടു കീറി അതിൻ്റെ നാടയൊക്കെ കളയണം. എന്നിട്ട് നല്ലോണം ഉപ്പും സുറുക്കിയായിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയ ചെമ്മീനും മാങ്ങയ്ക്ക് പുളി കുറവാണ്, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫുൾ മാങ്ങ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി ഇട്ട്, മുരിങ്ങക്കായ ഇട്ട്, മുരിങ്ങക്കായ ഇട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചക്കക്കുരു എപ്പോഴും ആ ചുമന്ന അത് കളയാൻ പാടില്ല, അത് അങ്ങനെ ഇട്ട് വെക്കണം. അപ്പം അടുത്തൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ആ ചക്കക്കുരുവിൻ്റെ വെള്ളമാണത്. അപ്പോൾ അതെന്തായാലും ഇതിനകത്തേക്ക് ഒഴിക്കണം. കറിക്ക് യാതൊരു ടേസ്റ്റും കുറവും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാകുക ചെയ്യുക കേട്ടോ ആ കറിക്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തേങ്ങ വെന്ത ചക്കക്കുരുവാണ് ഇടേണ്ടത് കേട്ടോ. മുരിങ്ങക്കായ്ക്കും മാങ്ങക്കും ചെമ്മീനൊന്നും അത്ര വലിയ വേവില്ലല്ലോ, ചക്കക്കുരുവിനാണ് ഒരുപാട് വേവുള്ളത്. അപ്പോൾ ചക്കക്കുരു ഒരു മീഡിയം വേവാകുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് എടുത്തൊഴിക്കുക. എന്നിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട്, പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾ 1 ടീസ്പൂൺ ഇട്ട്, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ മല്ലിപ്പൊടിനകത്ത് ഞാൻ എല്ലാം ആഡ് ചെയ്ത മല്ലിപ്പൊടിയാണ്, അങ്ങനത്തെ മല്ലിപ്പൊടിയാണത്. അത് ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് നല്ല പട്ടുപോലെ അരയ്ക്കണം കേട്ടോ. എന്നിട്ട് പട്ടുപോലെ അരച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കണം. ഈ കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റാണ്. ചെമ്മീനാണെങ്കിൽ വളരെ നല്ല നാടൻ ചെമ്മീനായിരുന്നു, നല്ല ടേസ്റ്റുള്ളൊരു ചെമ്മീൻ. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഒരു കറി വയ്ക്കുമ്പോൾ ഒരു ചെമ്മീനൊരു പ്രത്യേക ടേസ്റ്റുള്ള ആ ചെമ്മീൻ്റെ ചൊവയുണ്ടാവുമല്ലോ, ആ ചൊവ ഈ കറിയിൽ അങ്ങനത്തെ ഒരു ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത്. എനിക്കിവിടെ കിട്ടുന്ന ചെമ്മീനൊക്കെ നല്ല ചെമ്മീനായിരിക്കും. എറണാകുളത്ത് നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും കോഴിക്കോട് നിന്ന് വാങ്ങിക്കുകയാണെങ്കിലൊക്കെ നല്ല ചെമ്മീൻ കിട്ടും. എന്നിട്ട് ഈ അരപ്പ് നമ്മൾ ഇതിനകത്തേക്ക് അരച്ചൊഴിക്കണം കേട്ടോ. അരച്ചൊഴിച്ചിട്ട് വേവിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ അരച്ചൊഴിച്ച് വേവിക്കുമ്പോൾ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇടാം, ആവശ്യത്തിന് വെള്ളം വെച്ച് ആവശ്യത്തിന് ഉള്ള ഉപ്പ് വയ്ക്കുക. ഇവിടെ അധികം ലൂസായിട്ടുള്ള കറി ഇവിടെ കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല, കുറച്ചൊരു കുറുകിയ പോലെ ഉണ്ടായിരിക്കണം. പിന്നെ മാങ്ങയുടെ കുറുക്കം ഉണ്ടാവുമല്ലോ, കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിക്കും, ഒരു ശകലം കൂടി വെള്ളം ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കുക. ഒരു 15 മിനിറ്റൊക്കെ വെന്താൽ മതി. അപ്പോഴത്തോട്ട് ഇത് വെന്തിട്ടുണ്ടാവും, മുരിങ്ങക്കായ് മാങ്ങയൊക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് ഈ കുറുക്കം മതി. ഇനി ഉപ്പിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ നമ്മൾ വേവിക്കുന്ന സമയത്തും നോക്കുക ഉപ്പുണ്ടോ എന്നുള്ളത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാലും ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയ കറികളും പുതിയ പല കാര്യങ്ങളുമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബെല്ലൈക്കൺ അമർത്തണേ, മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ കരിമീൻ വറക്കാൻ വേണ്ടി അവിടെ പുരട്ടി വെച്ചിരിക്കുകയാണ്, അതിനകത്ത് ഇനി വറക്കണം. അപ്പോൾ ഇത് നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, മുരിങ്ങക്കായ ഉടഞ്ഞിട്ടില്ല, മാങ്ങ ഉടഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ഈ മാങ്ങയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഞെക്കിയിട്ട് നമ്മളിങ്ങനെ അലിയിച്ചൊക്കെ കഴിക്കില്ല, നല്ല ടേസ്റ്റാണല്ലോ അങ്ങനെ കഴിക്കാൻ. കണ്ടോ, നല്ല ഫ്രഷ് ആ മുരിങ്ങക്കായയുടെ തക്കാളി ഒന്നും കൂടി വെന്തോട്ടെ കേട്ടോ. വെന്തിട്ട് നമുക്ക് താളിക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് താളിക്കണേ. വെളിച്ചെണ്ണ ഒഴിക്കുക. അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും കരിവേപ്പില ഇട്ടിട്ട് താളിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നെന്ന് വിചാരിക്കണം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക്